നമസ്കാരം, ഫോർട്ടുഗ ന്യൂസിലേക്ക് സ്വാഗതം. തൊടുന്നതെല്ലാം പിഴ, അതാണ് തൃശൂർ പാർലമെന്റ് BJP സ്ഥാനാർത്ഥിയും സിനിമാ നടനുമൊക്കെ ആയ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. BJP കൊട്ടിഘോഷിച്ച വൻ വിജയസാധ്യത കൽപ്പിച്ച A ക്ലാസ് മണ്ഡലത്തിൽ BJP സംസ്ഥാന നേതൃത്വം ഉൾപ്പെടുത്തിയ ഒരു മണ്ഡലമാണ് തൃശൂർ. വിജയസാധ്യത ഉള്ളതുകൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ നരേന്ദ്രമോദിക്ക് മാത്രം പലതവണ നേരിട്ടെത്തി പ്രവർത്തനത്തിന് ചുക്കാൻ പിടിച്ച ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ് തൃശൂർ. അത്രയ്ക്കുണ്ടായിരുന്നു തൃശൂരിൽ BJPക്ക് വിജയസാധ്യത. എന്നാൽ കെ മുരളീധരന്റെ സസ്പെൻസ് സ്ഥാനാർത്ഥിത്വവും പത്മജയുടെ BJPയിലേക്കുള്ള ചേക്കേറലും സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് പറ്റുന്ന അമളികളും ഒക്കെ കൊണ്ട് ദിനം പ്രതി വിജയസാധ്യത BJPക്ക് കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. അത്രത്തോളം മുട്ടൻ പണികളാണ് ദിവസവും സുരേഷ് ഗോപിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശൂരിൽ മികച്ച വിജയം കരസ്ഥമാക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി BJPയുടെ അവസാനത്തെ അടവായിരുന്നു മുൻ മുഖ്യമന്ത്രി കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനെ BJP പാളയത്തിൽ എത്തിക്കുക എന്നത്. വളരെ വിജയകരമായി പത്മജയെ BJPയിൽ എത്തിച്ചെങ്കിലും ഒടുവിൽ അത് BJPക്ക് തന്നെ തലവേദനാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. തൃശൂരിൽ UDF സ്ഥാനാർത്ഥിയായി മുരളീധരനെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ ഒടുവിൽ ഇന്നലെ പത്മജയെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണത്തിന് ഇറക്കുകയേ വേണ്ട എന്നുള്ള തീരുമാനം പോലും BJPക്ക് എടുക്കേണ്ടി വന്നു. എന്നാൽ ഇതാ വീണ്ടും പത്മജയെ താറടിച്ച് സംസാരിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. പത്മജയെ ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടേയില്ല, സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ് എന്ന കമന്റാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത്. അതായത് സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് വലിഞ്ഞു കയറി വന്നു എന്നുള്ള ധ്വനിയാണോ എന്ന് പലർക്കും സംശയം തോന്നി. കാരണം തന്റെ പ്രചരണത്തിന് പത്മജ വേണ്ട എന്ന കർശന നിർദ്ദേശമാണ് BJPക്ക് മുൻപിൽ സുരേഷ് ഗോപി വെച്ചത്. പത്മജ പ്രചരണത്തിന് തന്റെ കൂടെ വന്നാൽ തനിക്ക് ലഭിക്കേണ്ട വോട്ടുകളിൽ വിള്ളലുണ്ടാകുമെന്നുള്ള ആശങ്കയും BJP സംസ്ഥാന നേതാക്കളോട് സുരേഷ് ഗോപി പങ്കുവെച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പത്മജയെക്കുറിച്ച് വീണ്ടും മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്നെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഉത്തരം പറയുകയുള്ളൂ എന്നാണ് അല്പം രോഷത്തോടെ സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ പത്മജയുടെ പാർട്ടിയിലേക്കുള്ള വരവ് കൊണ്ട് ആകെ പൊല്ലാപ്പ് പിടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി. ഒടുവിലാണ് പത്മജയെ വിമർശിച്ചുകൊണ്ടുള്ള ഈ പ്രസ്താവനയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് പാർട്ടിയിൽ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം. ചുരുക്കി പറഞ്ഞാൽ വൻ വിജയം സ്വന്തമാക്കാം എന്ന് കരുതിയ സുരേഷ് ഗോപിയുടെ വോട്ട് ബാങ്കിൽ ദിനം പ്രതി വിള്ളൽ ഉണ്ടാകുന്നതല്ലാതെ കാര്യമായ പുരോഗതിയൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പത്മജയെ കുറിച്ച് സുരേഷ് ഗോപി പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതാ. അല്ല, എൻ്റെ രാഷ്ട്രീയ നേതൃത്വം ഡൽഹിയിലിരുന്ന് ആയമ്മ അവിടെ അവരുടെ ഇഷ്ടാനുസരണം ചെന്ന് ആരും വന്ന് വിളിച്ചുകൊണ്ട് പോയതല്ല. അവരുടെ ഇഷ്ടം രേഖപ്പെടുത്തി അവരെ നിരാകരിച്ചില്ല, അവരെ സ്വീകരിച്ചു. അവരെ എൻ്റെ നേതാക്കൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകാര്യമായിരിക്കണം. പെങ്ങൾ ആങ്ങള അത് അവരാദ്യം നിശ്ചയിക്കട്ടെ, അല്ലേ? കല്യാണിക്കുട്ടിയമ്മയെ വരെ ചോദ്യം ചെയ്തിട്ടില്ലേ? അപ്പോൾ ആങ്ങളെയും പെങ്ങളും ആണോ എന്ന് അവർ തങ്ങളിൽ തീരുമാനിക്കട്ടെ. എന്താണ് കറക്റ്റാ, ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്.